കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഞാനൊരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവം, ബലമില്ലാത്തവന് ബലം നൽകുന്ന ദൈവം. ഇത് രണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിലുള്ളതാണ്. ക്ഷീണം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കുമുണ്ട്. ബലം കുറയുക എന്ന് പറയുന്നതും മനുഷ്യൻ്റെ ജീവിതത്തിലാണ്. മനുഷ്യൻ്റെ എല്ലാ കാലത്തും ഒരുപോലെ പ്രൗഢഗംഭീരമായ ആരോഗ്യത്തോടെ ഗാംഭീര്യത്തോടെ നടക്കാനും ജീവിക്കാനും പറ്റത്തില്ല. ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരാം, ബലം കുറയുന്ന അനുഭവങ്ങൾ കടന്നു വരാം. അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും ശൈശവ പ്രായം തൊട്ട് നാം വാർദ്ധക്യത്തിലെത്തണം വരെ ക്ഷീണവും ബലം കുറയുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അത് വ്യത്യസ്ത മേഖലയിലാണ്. അങ്ങനെയൊക്കെ നാം കടന്നു പോകുമ്പോൾ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നൊരു ദൈവമുണ്ട്. ഉദാഹരണം, നിങ്ങൾ ഒരു രോഗത്താൽ ഭാരപ്പെട്ട് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ, ബലം കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ, ആ രോഗത്തിൽ നിങ്ങളെ വിടുവിക്കുന്നവൻ സർവശക്തനായ ദൈവമാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി ഉള്ളതുകൊണ്ട് ഈ ലോകത്തിൻ്റെതായ ചിന്താഗതികളിൽ നമ്മുടെ മനസ്സ് കൊടുത്തിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ദുഃഖം കടന്നു വരാതെ നമ്മെ താങ്ങി നിർത്താൻ കഴിയുന്ന ശക്തനായൊരു ദൈവമാണ് നമ്മൾ തിരിച്ചറിയണം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് സുവിശേഷ മുഖാന്തരം ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോഴും പൗലോസ് പറയുന്നൊരു ഭാഗമുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഫിലിപ്പി ലേഖനം 4:13 കാണാൻ കഴിയും. അപ്പം കാരാഗ്രഹത്തിലാണ് താൻ വളരെ ക്ഷീണിച്ചിരിക്കുന്ന അനുഭവമാണ്, ബലം അറ്റുപോയ അനുഭവമാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ ഒരുവൻ ഞാനുണ്ട്, അതുകൊണ്ട് നീ ശക്തി കുറഞ്ഞവനല്ല, നീ ബലം പ്രാപിക്കുമെന്ന്. അതേ പ്രിയരെ, നമ്മളെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. അപ്പം മനസ്സിലെ തളർച്ച എന്ന് പറയുന്നത് പിശാച് നമുക്ക് കൊണ്ടുതരുന്നത്. മനസ്സിനകത്ത് അനവധി തളർച്ചയുടെ അനുഭവങ്ങൾ അവൻ കൊണ്ടു തന്നിട്ട് നമുക്കെതിരായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. അവൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, പക്ഷേ അവൻ ആയുധം ധരിച്ച ഒരു വില്ലാളിയെപ്പോലെ, പോരാളിയെപ്പോലെ നമ്മുടെ മനസ്സിനെ തകർക്കുന്ന, തളർത്തിക്കളയുന്ന വിധത്തിൽ മറ്റുള്ളവരിലൂടെ നമ്മളോട് പോരാടും. ഹല്ലേലൂയ. ആയുധം ധരിച്ചു നിന്ന് പോരാടുന്ന ഒരു വ്യക്തിയെപ്പോലെ സാത്താൻ ചില തന്ത്രങ്ങൾ മെനയും കേട്ടോ. അങ്ങനെയുള്ള തന്ത്രങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകാതെ നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു നല്ല ദൈവമുണ്ടെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ എത്രത്തോളം വിശുദ്ധനായിരുന്നാലും, ഹല്ലേലൂയ, നിങ്ങൾ എത്രമാത്രം വിശുദ്ധി കാത്തു സൂക്ഷിച്ചാലും, ദൈവത്തോട് ചേർന്നിരുന്നാലും, നിങ്ങളുടെ വിശുദ്ധിയെ തകർക്കാൻ, നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പിശാച് പലവിധമായ കുതന്ത്രങ്ങൾ കൊണ്ടുത്തരും. ഹല്ലേലൂയ. അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ക്ഷീണിച്ചു പോകും. ബലമില്ലാത്തവനെ പോലെ, ബലമില്ലാത്തവളെ പോലെ നീയായി മാറും. അവിടെയും നീ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രോതാവേ. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയെ നൽകുന്ന ദൈവം, ബലമില്ലാത്തവന് ബലം നൽകുന്നൊരു ദൈവം. ഉയരത്തിലുള്ളത് കൊണ്ട് നീ ഭൂമിയിലുള്ളത് ചിന്തിക്കാതെ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ കാണാൻ കഴിയും, നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെന്ന്. ഭൂമിയിലുള്ളതിനെക്കുറിച്ചല്ല നമുക്ക് ചിന്തിക്കേണ്ടത്, ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠകരമായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുക, ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ പിശാച് പലതും കൊണ്ടുവരും. ഒരിക്കലും അങ്ങനെയുള്ള മനസ്സിലെ തളർച്ച ഏലിയാവിനുണ്ടായി. കർത്താവിന് വേണ്ടി സത്യസന്ധമായി ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ അവൻ പ്രവർത്തിച്ചു. പക്ഷേ അവന് വിരോധമായി അവനെ തകർക്കുവാൻ ഇസബേൽ എന്ന് പറയുന്ന ഒരു രാജ്ഞി എഴുന്നേറ്റു. ഹല്ലേലൂയ. ഏലിയാവ് പ്രാർത്ഥന വീരനാണ്, പ്രാർത്ഥന പോരാളിയാണ്, അഗ്നിയുടെ അഭിഷേകമാണ്, അഗ്നിയെ പ്രാർത്ഥിച്ചിറക്കിയവനാണ്. എങ്കിലും കർത്താവിന് വേണ്ടി ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടും അവനെ ക്ഷീണിപ്പിക്കുവാൻ, അവരെ ബലം ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഇസബേൽ എന്ന് പറയുന്ന ഒരുവൾ എഴുന്നേറ്റു. ഹല്ലേലൂയ. പക്ഷേ ഏലിയാവ് എന്താണ് ചെയ്തത്? ഇസബേൽ കച്ചകെട്ടി ഇറങ്ങി എന്ന് മാത്രമല്ല, അവനെ കൊല്ലുവാനും അവൾ പരിശ്രമിച്ചു. അവൾ എന്ത് ചെയ്യുന്നതാണ്? ഏലിയാവിനെ ക്ഷീണിപ്പിക്കുക മാത്രമല്ല, അവനെ കൊല്ലുവാനും വേണ്ടിയിട്ട് അവൾ പരിശ്രമിച്ചു. അതുകൊണ്ട് ഏലിയാവിൻ്റെ മനസ്സ് തളർന്നു. മതി കർത്താവേ എന്ന് പറഞ്ഞ് അവൻ സ്വയം തളർച്ചയിൽ
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 19:4 വായിക്കുമ്പോൾ അവൻ തളർന്ന സമയത്ത് ദൈവം അവനെ കൈവിട്ടില്ല, അവനെ ആശ്വസിപ്പിച്ചു. മരിച്ചാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഒരു ചൂരച്ചെടിയുടെ തണലിൽ പോയി കിടക്കുക, ഇനിയും വേണ്ട, ഇവിടം കൊണ്ട് മടുത്തു. ഓർത്ത് നോക്കിക്കേ, കർത്താവിന് വേണ്ടി ശക്തമായി നിന്നവനാണ്. അഗ്നിയുടെ പ്രവാചകനാണ്, പ്രാർത്ഥന വീരനാണ്. ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഇത്ര ചങ്കൂരത്തോടെ പ്രസംഗിക്കാൻ കഴിഞ്ഞവനാണ്. എന്താണ് പ്രസംഗിച്ചത്? ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യില്ലെന്ന് ആഹാബ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞവനാണ്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17 വായിച്ചാൽ കാണാൻ കഴിയും. അത്ര ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യനെ ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവൻ്റെ മനസ്സിനെ ക്ഷീണിപ്പിച്ച് അവൻ്റെ ബലത്തെ കുറയ്ക്കാൻ ഒരുങ്ങിയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥനയിൽ ശക്തമായി മാറണം. ഇതേപോലെയുള്ള ചില അന്ധകാരത്തിൻ്റെ വ്യാപാരങ്ങൾ എനിക്കും നിനക്കും നേരെ പോരാടും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്തൊരു സഹോദരിയോട് വളരെ പ്രായമുള്ളതാണ്. ആരെയും വകവെക്കത്തില്ല, ആരെയും കൂസാക്കത്തില്ല, വളരെ മനുഷ്യരെ കളിയാക്കുകയും വളരെ അസഭ്യം വിളിച്ചു പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മനസ്സിനെ തകർക്കുന്ന അനവധി ചിന്തകൾ കടന്നു. അപ്പോൾ എല്ലാവരും അതും ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതൊക്കെ ഇസബേലാണ്, ഇസബേലിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ആ ഇസബേലിൻ്റെ ആത്മാവും അവരിൽ കൂടെ പ്രവർത്തിച്ചിട്ട് നമ്മളെ ക്ഷീണിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് നിങ്ങൾ തകർന്നു പോകരുത്. ഏലിയാവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാ. ഞാൻ എന്ന് അവരോട് പറയാൻ കഴിഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അപ്പോൾ ഏലിയാവിനെ ദൈവം എന്ത് ചെയ്തു? ശക്തിപ്പെടുത്തു. എങ്ങനെയെന്നാൽ ദൈവം തൻ്റെ ദൂതനെ അവൻ്റെ അടുക്കൽ അയച്ചു. അവൻ ചൂരച്ചെടിയുടെ കീഴെ കിടന്നുറങ്ങിയപ്പോൾ അവൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്ന് അവനെ വിളിച്ചുണർത്തി സ്നേഹത്തോടെ ഭക്ഷണം നൽകി. ഹല്ലേലൂയ. മരിച്ചാൽ മതിയെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ അരികിലേക്ക് ദൈവം ദൂതനെ അയച്ചു. വെറും കൈയോടെയല്ല അയച്ചത്, ഭക്ഷണത്തോടു കൂടി അയക്കുന്നത്. ഭക്ഷണത്തോടു കൂടി അയച്ചിട്ട് എന്ത് ചെയ്തു? ഏലിയാവിനെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്ത് ഏലിയാവ് ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങിയെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഏലിയാവ് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞു, നീ ഉറങ്ങുവാനല്ല, നിനക്ക് ദൂരെ യാത്രയുണ്ട്. ഹല്ലേലൂയ. നീ മരിക്കുവാനല്ല, നിനക്ക് ദൂരെ യാത്രയുണ്ട്. ദൈവം നിന്നിലൂടെ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതേ സ്നേഹിത, ഏലിയാവ് ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറിക്കഴിഞ്ഞപ്പോൾ കിടന്നുറങ്ങുവാൻ ശ്രമിച്ചെങ്കിലും ദൂതൻ പറഞ്ഞു, ഇല്ല ഏലിയാവേ, നീ ഉറങ്ങേണ്ടിവനല്ല, നീ ക്ഷീണിച്ചവനല്ല, നീ മടുത്തവനല്ല, നിനക്ക് ദൂരെ യാത്രയുണ്ട്, നീ ചിലരെയൊക്കെ അഭിഷേകം ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. ഏലിയാവിനെ വിളിച്ചുണർത്തിയൊരു ദൂതൻ ഇന്ന് നിങ്ങളെ വിളിച്ചുണർത്തുക. എന്തിന്? നീ ക്ഷീണിച്ചു പോകാതെ, മടുത്തു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ. നിനക്ക് ദൂരെ യാത്രയുണ്ട്. നിന്നിൽ ദൈവത്തിന് ചിലത് ചെയ്യുവാനുണ്ട്. നിനക്ക് ചില ശുശ്രൂഷ ചെയ്യുവാനുണ്ട്. ദൈവം നിന്നെ ചില രാജ്യങ്ങളിലേക്ക് അയപ്പാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ സ്ഥിതിയെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. നിന്നിലൂടെ ചില ദൈവപ്രവൃത്തി ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ ദൈവം ഇന്ന് പകൽ നിങ്ങളെ വിളിച്ചുണർത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് പകൽ നീ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. ചിറകടിച്ചുയർന്ന് പറക്കുന്ന കഴുകൻ. തനിക്ക് ചുറ്റും വലിയ വൃക്ഷങ്ങളുണ്ട്, മലകളുണ്ട്, കുന്നുകളുണ്ട്, പാറക്കെട്ടുകളുണ്ട്. അവയൊന്നും നോക്കാതെ കുന്നുകളും മലകളും പാറക്കെട്ടുകളും ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളുടെ മുകളിലൂടെ ചിറകടിച്ചുയരുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, തളർച്ചയുടെ നടുവിൽ നീ ക്ഷീണിച്ചു പോകാതെ കഴുകനെ പോലെ ചിറകടിച്ചുയരണം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്ന പ്രവാചകൻ യെശയ്യാവ് 40:31 വായിക്കാൻ കഴിയും. വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അവൻ ക്ഷീണിച്ചിരിക്കുന്നു, ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. അതെ, നീ ക്ഷീണിച്ച അവസ്ഥയാണോ, ബലമില്ലാത്ത അവസ്ഥയാണോ? ഇന്ന് പകൽ ഏലിയാവിനെ വിളിച്ചുണർത്തി ഭക്ഷണം കൊടുത്ത ദൈവം നിന്നെ വിളിച്ചുണർത്തുന്നു. ദൈവം നിനക്കൊരു പുതിയ അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ദൈവത്തിനെ കേൾക്കുന്ന സകലജനം ബലമില്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന സകലജനത്തിലെ പ്രശ്നങ്ങൾ വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങൾക്കും സ്വർഗ്ഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് മാനിച്ച് അനുഗ്രഹിക്കണമേ. സകല നന്മയാൾ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.